ആദ്യം തന്നെ മാതാവിനും തിരുക്കുമാരനും പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് സിൽവിയ. ഞാൻ എറണാകുളം വൈപ്പിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരുന്നത് 2025 ജനുവരി 26-നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നത് തന്നെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാം പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ ക്ലാസ്സിന് കയറി 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനിപ്പോൾ ആദ്യത്തെ എക്സാം എഴുതി, എനിക്ക് കിട്ടിയില്ല. എക്സാം ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അപ്പോൾ മാതാവ് ഈശോ എന്തായാലും ഹെൽപ്പ് ചെയ്യും, ഞാൻ പാസ്സാവും. പക്ഷേ ആ എക്സാം ഭയങ്കര സിമ്പിളായപ്പോൾ ഞാൻ വിചാരിച്ചത് മാതാവ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞാനപ്പോൾ എന്തായാലും പാസ്സായി. പക്ഷേ ആ എക്സാം സിമ്പിളായ പോലെ തന്നെ അങ്ങനെ ഞാൻ ഫെയിലായി, എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അടുത്ത എക്സാം ട്രൈ ചെയ്ത്. പക്ഷെ അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്താണ് എനിക്കിങ്ങനെ എക്സാം കിട്ടാത്ത, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്ത് എക്സാമിന് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, വേണമെങ്കിൽ ഞാൻ ഒന്ന് വർക്കിനൊക്കെ പോയിട്ട് സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്തിട്ട് തന്നെ എക്സാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാംഗ്ലൂർ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ വർക്ക് ചെയ്ത് ആ പൈസയും കൊണ്ട് തിരിച്ചു വന്ന്. പക്ഷേ ആ ടൈമിൽ തന്നെ വേറൊരു ഫ്രണ്ട് വഴി ഞാൻ ഇങ്ങനെ അറിഞ്ഞ് നെതർലാൻഡിലേക്ക് പോവുക, ഇങ്ങനെ എക്സാം ഒന്നും വേണ്ടി വരില്ല, കൂളായിട്ട് പോകാൻ പറ്റും, നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ എനിക്ക് ജർമ്മനായിരിക്കില്ല വിധിച്ചത്, നെതർലാൻഡ് ആയിരിക്കും. അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീടിൻ്റെ പട്ടയം വെക്കണം. അപ്പോൾ ഈ ഞാൻ കൊണ്ടുവന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയം വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ചിലവാക്കി. ആ ടൈമിൽ തന്നെ നെതർലാൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും കുറേ തടസ്സങ്ങൾ വന്നി, എനിക്കത് കിട്ടണില്ല. അത് ഫുള്ള് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക, അതും നടക്കണില്ല. അപ്പം ഞാൻ വിചാരിച്ച് എനിക്കിനി ഇതൊന്നും വിധിച്ചിട്ടില്ല, ഇനി പുറത്ത് പോകാനേ വിധിച്ചിട്ടില്ല എന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ എനിക്ക് മാതാവ് തരുമായിരിക്കും, ഈശോ എന്നെ ചിലപ്പോൾ പരീക്ഷിക്കണേക്കുമെന്ന് വിചാരിച്ച് നിന്ന്. അത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഫുള്ളായിട്ട് കിട്ടണില്ല, അതങ്ങനെ പോയി. എനിക്ക് പൈസ റെഡി ആവണില്ല, പോകാനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റക്കായിട്ട് അങ്ങനെ പോയി. അപ്പം അമ്മയൊക്കെ പറഞ്ഞ് നമുക്കൊരു കാര്യം ജർമ്മൻ ലാംഗ്വേജ് തന്നെ നീ ഒന്നും കൂടെ ട്രൈ ചെയ്യ്, ഒരു പ്രാവശ്യം കൂടി ഒന്ന് എഴുതി നോക്ക്, അതും കൂടെ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഈശോൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും. ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ പോലെ തന്നെ 3-ാമത്തെ എക്സാമിന് എന്നെ ഉയർത്തി നല്ല മാർക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയി. എക്സാമിന് ഞാൻ ചെന്ന് ആ ടൈമിൽ ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ലാസ്റ്റായിരുന്നു എൻ്റെ എക്സാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും കൂടെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ബർത്ത്ഡേക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമെന്നൊക്കെ. അപ്പം ഞാനും അതുപോലെ തന്നെ പറഞ്ഞു എനിക്കിങ്ങനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് പാസ്സാക്കി തരണം. പക്ഷെ അന്നൊരിക്കലും റിസൾട്ട് വരില്ല, കാരണം മിനിമം 3 ആഴ്ചയെങ്കിലും വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എക്സാം എഴുതിയെന്ന് പറയുമ്പോൾ നവംബർ ലാസ്റ്റ് ഒരു 23 എന്തോ ആണ്. അപ്പോൾ എക്സാമിൻ്റെ അന്ന് അവിടെ ചെന്നപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് മാതാവുണ്ടെന്ന്. കാരണം എക്സാമിൻ്റെ അന്ന് അമ്മ വന്നില്ല കൂടെ, അമ്മ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. 2 എക്സാമിന് അമ്മയും പപ്പയൊക്കെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയത്. അപ്പം ആ എക്സാം എനിക്ക് കിട്ടാത്ത കാരണം അമ്മ എന്ത് ചെയ്ത്, അമ്മ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടിരുന്ന് ചേച്ചി. അങ്ങനെ ഞാനും പപ്പയും കൂടിയാണ് എക്സാമിന് പോയത്. തൃച്ചിയിലായിരുന്നു. അവിടെ ചെന്ന് ഞാൻ എക്സാമിന് കയറി ആദ്യത്തെ എക്സാം കഴിഞ്ഞ് സ്പീക്കിങ്ങിന് ഹോളിലോട്ട് കയറുമ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറിൻ്റെ ഡ്രസ്സ് ഫുള്ള് ഗ്രേ കളറ്. അപ്പം ഞാൻ ഇങ്ങനെ സാക്ഷ്യത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഓരോ പിള്ളേർ പറയണതാണ് മാതാവ് ഇങ്ങനെ ഗ്രേ കളർ ഡ്രസ്സിലൊക്കെ വരും. അപ്പം സാറിന് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് മാതാവ് തന്നെയാണ്, അപ്പോൾ എനിക്ക് എന്തായാലും നന്നായിട്ട് പറയാൻ പറ്റും, ഞാൻ പാസ്സാവും എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ ഞാൻ എക്സാമിന് കയറി അവിടെ നിന്ന് സ്പീക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഫുള്ള് സ്റ്റക്കായിട്ട് നിൽക്കണം. നമുക്ക് ജർമ്മൻ എക്സാമിന് അറിയാൻ പറ്റും, അവർ നമ്മുടെ അടുത്ത് ജർമ്മനിൽ മാത്രമേ സംസാരിക്കുള്ളൂ. പക്ഷേ ഈ സാറ് എൻ്റെ അടുത്ത് ഫുൾ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തതിന്, പക്ഷെ എന്നിട്ട് എനിക്ക് ജർമ്മനിൽ തിരിച്ച് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 2 എക്സാം ഞാൻ നന്നായിട്ട് സംസാരിച്ചെങ്കിൽ ഈ എക്സാം ഞാൻ ഒന്നും മിണ്ടല്ല, ഫുള്ള് സ്റ്റക്കായിട്ട് തന്നെ നിൽക്കണേണ്. പക്ഷേ ഈ സാറ് ഭയങ്കര സപ്പോർട്ടായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്തതിന്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല, കാരണം അങ്ങനെ എക്സാമിന് ഒരു സാറ് നമുക്ക് ചെയ്തു തരില്ല. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി, ഞാൻ ഒന്നും മിണ്ടാണ്ട് ഇറങ്ങിപ്പോന്നാ. അവർ ഹെൽപ്പ് ചെയ്തെങ്കിലും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അതിന് ഞാൻ ഇറങ്ങിപ്പോന്നപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതെന്താ നിൻ്റെ അടുത്ത് മാത്രം അവരങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെന്നാൽ ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ, നിനക്ക് കുറേ സമയവും അവർ തന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് മാതാവിൻ്റെയും ഈശോയുടെയും ഇതാണ്, ഇനി ഞാൻ പാസ്സായാൽ തന്നെ അത് ഈശോയും മാതാവും തന്ന മാർക്ക് തന്നെ ആയിരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതും കഴിഞ്ഞ് ഞാനുപ്പ് അവിടെ ആ സെൻറ്ററിൽ ഇട്ടിട്ടാണ് പോകുന്നത്. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഇനി ഈ എക്സാം എഴുതാനായിട്ട് എനിക്കൊരിട വരുത്തരുത്, ഈ എക്സാം കൂടെ പാസ്സായില്ലെങ്കിൽ ഞാനിതിവിടെ വെച്ച് നിർത്തും, ആ ഒരു രീതിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന്
അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മേ സാറ് ഇങ്ങനെ ഗ്രേ കളറുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു, മാതാവ് തന്നെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നേച്ചത്, മാതാവേ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, അപ്പം മാതാവ് സഞ്ചാരി മാതാവല്ല, അപ്പം എൻ്റെ മോളുടെ അടുത്തോട്ട് ചെല്ലണം, അവൾ വരുമ്പോൾ എനിക്കൊരു അടയാളം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, ഞാൻ അടയാളം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നിൻ്റെ അടുത്തോട്ട് മാതാവ് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ റിസൾട്ട് വരട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് നോക്കാം, പാസ്സായാൽ ഓക്കെ, മാതാവും ഈശോയും ഞാനിത് പോകാൻ വിധിച്ചിട്ടുണ്ടെന്നുണ്ട് ഒരിതായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ദിവസമായി. അപ്പോൾ ബർത്ത്ഡേക്ക് റിസൾട്ട് വരാൻ ഒരു ചാൻസും ഇല്ല. അവർ പറഞ്ഞത് 3 ആഴ്ചയാണ്, ആകെ 10 ദിവസമായിട്ടുണ്ടാവുള്ളൂ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ. അന്ന് ഞാൻ രാവിലെ പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയി, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകുന്ന എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ പുറത്തുപോയി. ഞാൻ പുറത്ത് പോയി വൈകിട്ട് എൻ്റെ ഫോണിലോട്ട് വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എനിക്ക് സർട്ടിഫിക്കറ്റാണ് വന്നത്. അതായത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ റിസൾട്ട് വരും, വൈകിട്ട് സർട്ടിഫിക്കറ്റ് വരും, അങ്ങനെയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത് തന്നെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്, ഞാൻ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പം ഞാൻ നോക്കിയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു, അതിന് ഞാൻ റിസൾട്ട് നോക്കിയിട്ടില്ലല്ലോ, ഇതെന്താ എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന റിസൾട്ട് നോക്കിയപ്പോഴേക്കും ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് അവിടെ നേരിട്ട് വന്ന് എന്നെ സഹായിച്ചിരുന്നു ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് എല്ലാം പെട്ടെന്നായിരുന്നു. 1 വർഷം എനിക്ക് എക്സാം പാസ്സാവാൻ ടൈം എടുത്തെങ്കിലും പിന്നെ എനിക്ക് 3 ദിവസം കൊണ്ട് തന്നെ VFSന് ഡേറ്റ് കിട്ടി ജനുവരിയിലോട്ട്. അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ വിസ വന്ന്. പക്ഷേ വിസ വന്ന് ഞാൻ മാർച്ച് 1 കയറാൻ നിന്നപ്പോഴാണ് വാറിൻ്റെ ഇഷ്യൂസൊക്കെ നടന്നേച്ചത്. അതാണ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. ഞാൻ നോക്കുമ്പോൾ എല്ലാം 1,20,000 1,50,000 അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഞാൻ 14-ാം തീയതിയിലോട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് നോക്കുമ്പോൾ എല്ലാം നല്ല ഹൈ ആയിരുന്നു, 3 ലക്ഷം വരെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ ടൈമിൽ ഒരെണ്ണത്തിൽ എൻ്റെ കൈ കൊണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് 48,000 ഒരു ടിക്കറ്റ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് നോക്കി, അത് തന്നെയാണോ, ഇനി വേറെ വല്ലതും ഇതായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അത് മാത്രം 48,000 കിടക്കണം. ഞാനത് ബുക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് അങ്ങനെ വേറെ, അതെന്തോ 90,000 1,00,000 അടുക്കേ കിടക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇത് എനിക്ക് തന്നെ തന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് ബുക്ക് ചെയ്തായിരുന്നു. അതിന് മുന്നേ ഞാൻ ദോഹ വഴി പോകാനുള്ളതാണ് നോക്കിയത്, ദുബായിൽ ഈ സംഭവം നടക്കണ കാരണം കണക്റ്റഡ് ഫ്ലൈറ്റ്. പക്ഷേ ദോഹ ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ എറന്ന് പറഞ്ഞാൽ കാണിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം എനിക്കത് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരാൻ നിന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞാൽ അവർ ദോഹ വഴി ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലായി, അവർക്ക് ഇനിയിപ്പോൾ റീഷെഡ്യൂളാണ് ചെയ്തേക്കണം, നിൻ്റെ ക്യാൻസലായോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇതുവരെ എനിക്ക് ക്യാൻസലായെന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പിന്നെയും ഉറപ്പായി മാതാവ് ഈശോ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചത് പോലും എനിക്ക് നടത്തി തന്ന്. അപ്പം എനിക്ക് ജർമ്മൻ തന്നെയാണ് വിധിച്ചതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ നാളെ പോണേണ്, നാളെ രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ വലുതായിട്ട് അങ്ങനെ പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു, ഞായറാഴ്ച ദിവസം പോവും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഡെയിലി പള്ളിയിൽ പോവും, ആഴ്ചയിൽ കുമ്പസാരിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണെങ്കിലും പത്രമൊക്കെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തും അതേപോലെ കുറച്ച് ലോങ്ങൊക്കെ ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ആഴ്ചയിൽ 10 പൊതിച്ചോറ് വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഞാനപ്പം ഇനി ജർമ്മനി പോയാലും ഉടമ്പടി ജീവിതത്തിൽ തന്നെ മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈശോയും മാതാവ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരിക്കലും ആ ജീവിതം വിട്ട് ഇനി മുമ്പോട്ട് പോകില്ല എന്ന് തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പോകണം. തന്ന എല്ലാ അനുഗ്രഹത്തിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് സുജി. ഞാനും മോളും ഒന്നിച്ചാണ് ഉടമ്പടി എടുത്തത്. അത് എൻ്റെ മോളിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും നിയോഗം വെച്ചത്. എൻ്റെ മോള് 2 പ്രാവശ്യം പോയപ്പോൾ ഞാൻ കൂടുതൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ തോറ്റുപോയി. 3ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ ഞാനിവിടെ വന്നിരുന്ന് ഈ മുമ്പിലാണ് ഞാൻ വന്നിരുന്നത്. ഞാൻ മാതാവിനോട് ഒരു കാര്യം പറഞ്ഞത്, മാതാവ് 2 പ്രാവശ്യം ഞാൻ പോയപ്പോൾ എൻ്റെ മോള് തോറ്റുപോയി, ഈ പ്രാവശ്യം അമ്മ തന്നെ എൻ്റെ മോക്കടെ കൂടത്തിൽ പോയി അവൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത പരീക്ഷാ സെൻറ്ററിൽ നിന്ന് അമ്മ ഇവിടെ വന്ന് ഈ അൾത്താരയിൽ കയറി അമ്മ നിന്നിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പച്ചവെള്ളം കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഞാനിരുന്നത്. ഞാൻ വെളുപ്പിന് 4:30 ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നു. 7:30 മണിക്ക് ഞാനിവിടെ വന്നിരുന്ന് അമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് പകരം അമ്മ പോകണം, അമ്മ പോയാൽ മാത്രമേ എൻ്റെ മോള് അവിടെ പാസ്സാകുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മോക്ക് പരീക്ഷയ്ക്ക് ഒരു 5 ദിവസം മുമ്പാണ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നത്. ഇവിടെ വന്ന് ഇത് പ്രദക്ഷിണത്തിന് ഇത് എടുക്കുന്ന സമയത്ത് മാതാവിനോട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അമ്മേനെ എൻ്റെ മോള് പാസ്സാകുവാണെങ്കിൽ അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തരണം, എൻ്റെ കയ്യിൽ അമ്മേനെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു.
അങ്ങനെ തന്നെ എനിക്ക് മാതാവിനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചായിരുന്നു എൻ്റെ മോൾ ഈ പ്രാവശ്യം പാസ്സാവും, എൻ്റെ അമ്മ തന്നെ എൻ്റെ മോളെ പാസ്സാക്കുമെന്ന്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് BP ഉണ്ടായിരുന്നു. ഒരു 3 മാസമായിട്ട് ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മോള് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ BP കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഉപ്പിട്ട് ഞാൻ വെള്ളം കുടിക്കും, ഉടമ്പടി തൈലം പുരട്ടും, അമ്മോട് ഞാൻ പറയുമായിരുന്നു എൻ്റെ BP മാറ്റിത്തന്നെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച്. പിന്നെ സാക്ഷ്യം കേൾക്കുമ്പോൾ എല്ലാവരും പറയും ഉപ്പിട്ട് കുടിച്ച് ഗുളിക നിർത്തി, ഗുളിക കഴിച്ചുകൊണ്ടിരുന്നവർ മരുന്ന് നിർത്തിയിട്ട് മാറിയെന്നും പറഞ്ഞു. അപ്പം ഞാനും അതുപോലെ തന്നെ മാറൂലോ എന്ന് ഓർത്തുകൊണ്ട് ഉപ്പിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ എൻ്റെ മോളുണ്ട് പോലെ അമ്മ ഉടമ്പടി എടുത്തതല്ലേ, അപ്പോൾ അമ്മ ഒന്ന് ആ ഗുളിക നിർത്തിയിട്ട് അമ്മ നേർച്ച വസ്തുക്കൾ കഴിച്ചു നോക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഉള്ളിലൊരു ഭയമായിരുന്നു, മനുഷ്യനല്ലേ. അപ്പോൾ ഒരു പേടി തട്ടിയതിനോട് പിന്നെ ഞാൻ ഗുളിക എടുത്തിട്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. 2 ഫോട്ടോയുണ്ട്. അതിൽ ഞാൻ അമ്മയുടെ ഫോട്ടോയിൽ ആ ഗുളിക കൊണ്ടുപോയി മുട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എല്ലാവർക്കും അസുഖങ്ങൾ മാറ്റി കൊടുക്കുമല്ലേ മരുന്ന് കഴിക്കാണ്ട് തന്നെ. സാക്ഷ്യങ്ങൾ ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതുപോലെ ഞാനും ഈ ഗുളിക ഇന്ന് ഞാൻ നിർത്തുവാണ്. ഇന്ന് ഞാൻ രാത്രിക്ക് ഞാൻ ഈ ഗുളിക കഴിക്കില്ല. ഇനി എനിക്ക് എന്തെങ്കിലും വന്നാൽ അമ്മ തന്നെ അതിനാണ് ഉത്തരവാദി എന്നും പറഞ്ഞ് അന്ന് ഞാൻ ആ ഗുളിക നിർത്തിയാൻ. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഗുളിക കഴിച്ചിട്ട് ഞാൻ 10 ദിവസം കൂടുമ്പോൾ ചെന്ന് BP ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അന്നേരം എനിക്ക് 130, 135 വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഗുളിക നിർത്തിയിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് 180. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഗുളിക കഴിച്ചില്ല. ഉള്ളിൽ പേടിയുണ്ട്, പക്ഷേ ഗുളിക കഴിച്ചില്ല. പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 160, പിന്നെ നോക്കിയപ്പോൾ 130. അങ്ങനെ ഞാനിപ്പോൾ 10 മാസമായിട്ട് ഞാൻ ആ ഗുളിക കഴിച്ചിട്ടില്ല. ഇപ്പം 2 ആഴ്ച മുമ്പ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് 128, അതിനു മുമ്പ് 116. ഇന്ന് വരെ എനിക്ക് 130 ഈ അടുത്തിടെയായിട്ട് എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഗുളിക നിർത്തി ഒരു 10 മാസത്തോളമായി. പിന്നെ നേർച്ച വസ്തുക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്നും രാത്രി പ്രദക്ഷിണകരണം പ്രാർത്ഥന കഴിയുമ്പോൾ ഉപ്പിട്ട് വെള്ളം കൊടുക്കും. ഉടമ്പടി തൈലം ഞാൻ എൻ്റെ മക്കളുടെ നെറ്റത്തും ഭർത്താവിൻ്റെ നെറ്റത്തും ഒക്കെ തേക്കും. എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഭയങ്കര വിശ്വാസമാണ്. എന്ത് വന്നാലും എന്നോട് ചോദിക്കും ഉപ്പിട്ട് വെള്ളം എന്താ, ഉടമ്പടി തൈലം പുരട്ടിത്താന്ന്. അതുപോലെ തന്നെ മാറുകയും ചെയ്യും. പിന്നെ പള്ളിയിലൊന്നും ഞങ്ങൾ പോകില്ലായിരുന്നു. ഞാനൊരു യാക്കോവിറ്റ ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ പോക്കോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഡെയിലി പള്ളിയിൽ പോകും. അഥവാ പള്ളിയിൽ പോയാൽ തന്നെ ഞങ്ങൾ പുറത്ത് ആ വട്ടക്കല്ലിലൊക്കെ ഇരിക്കുമായിരുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിനകത്ത് തന്നെ നിൽക്കും. ഒരു ദിവസം പോലും ഞാൻ അഥവാ മുടക്കിയാൽ തന്നെ എൻ്റെ മോക്കടെ എക്സാമിൻ്റെ സമയത്തും അങ്ങനെയൊക്കെ മുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം എൻ്റെ ഭർത്താവാണെങ്കിലും മോനാണെങ്കിലും പള്ളിയിൽ വരെയും കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഞങ്ങൾ 4 പേരുമായിട്ട് പോകും. അങ്ങനെ ആത്മീയമായിട്ട് എൻ്റെ കുടുംബത്തിലെല്ലാവരും വളർന്നു. പിന്നെ ഞാൻ ബൈബിൾ വായിക്കും അരമണിക്കൂർ. പിന്നെ ആഴ്ചയിൽ 10 പൊതി വെച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഒരു ചേട്ടൻ വരുമ്പോൾ ഒരു വഴിയരികി നടക്കണവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ ഞങ്ങൾ 10 പൊതി വെച്ച് എല്ലാ ആഴ്ചയിലും കൊടുക്കും. പിന്നെ ഏത് നേരം നേർച്ച വസ്തുക്കൾ ഞാൻ കൊടുക്കുമെന്ന് പറയല്ലോ. ഇവിടുന്ന് ഉടമ്പടി എടുക്കണേന് ഒരാഴ്ച മുമ്പ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് മോളെ കൊണ്ട് ചേർത്തത് അങ്ങനെയായിരുന്നു. വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ അനുവാദം മേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളെ കൊണ്ട് ചേർത്തത് ജർമ്മൻ ഭാഷ പഠിക്കാൻ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉപ്പും മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഉപ്പും ഒരു പ്രാർത്ഥന പുസ്തകവും ഞാൻ കൊണ്ടുപോയായിരുന്നു. ആ ഉപ്പിട്ട് എൻ്റെ ഭർത്താവിന് അലർജി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ആ ഉപ്പിട്ട് വെള്ളത്തിൽ കലർത്ത് കുളിക്കാൻ കൊടുത്തു. കുളിക്കണ വെള്ളത്തിനകത്ത് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ഇട്ട് കൊടുത്ത്. അത് പിറ്റേ ദിവസം ഞാൻ അന്ന് കൈമുട്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെ ചെലവും ചോര ഇങ്ങനെ വന്നിരുന്ന കയ്യിൽ, പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ ഉപ്പിട്ട് വെള്ളത്തിനകത്തിട്ട് കുളിച്ചിട്ട് നോക്കുമ്പോൾ ഒരു പാട് പോലെ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഇങ്ങനെ അധികം വന്നിട്ടില്ല. പിന്നെ അങ്ങനെ എൻ്റെ ഭർത്താവിന് ഭയങ്കര വിശ്വാസമാണ്. എന്ത് വന്നാലും പറയും എനിക്ക് ആ ഉപ്പിട്ട് വെള്ളം എന്താ അല്ലെങ്കിൽ ഉടമ്പടി തൈലം പുരട്ടിത്താന്ന് പറയും. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഞങ്ങളിപ്പം മരുന്നിനൊന്നും പോകാറില്ല. അതുപോലെ എൻ്റെ മോൻ പള്ളിയിൽ പോകും, ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകും. അങ്ങനെയൊക്കെ ചെയ്യണം. ഇനിയുള്ള കാലം ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയോടും കൂടിയായിരിക്കും ജീവിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ പള്ളിയിൽ പോകും എടുക്കുകയും ചെയ്യില്ലാത്ത. എനിക്കിപ്പോൾ ഒരു ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ എന്തോ പോലെയാണ് തോന്നുന്നത്. ഇത്രയും അനുഗ്രഹം ചെയ്യുന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു.
സിൽവിയ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. സിൽവിയയ്ക്ക് ഉടമ്പടി എടുത്തപ്പോഴുണ്ടായ ജീവിതത്തിലെ വലിയ വ്യത്യാസങ്ങളെക്കുറിച്ച് സിൽവിയ പറയുന്നുണ്ടായിരുന്നു. സിൽവിയയുടെ അമ്മയുടെ വാക്കുകളിൽ നമ്മൾ തമാശയ്ക്ക് പറയുന്ന പോലെ ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ് ആയിരുന്നു അവർ. കാരണം കുർബാനയ്ക്ക് പോകുമ്പോൾ പുറത്ത് തൽക്കാലം ഇരുന്ന് എങ്ങനെയെങ്കിലും ഒരു സൺഡേ കുർബാന തട്ടിക്കൂട്ടി നീങ്ങിയിരുന്നൊരു കുടുംബമായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ കുടുംബം ഇന്ന് വളരെയധികം ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമായി മാറിയിരിക്കുകയാണ്. സിൽവിയ തൻ്റെ പരീക്ഷണകാലവും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈശോ കയ്യിലെടുത്ത് വളർത്തിയ ഒരു വലിയ അത്ഭുത സാക്ഷി നമ്മോട് ഏറ്റുപറയുകയായിരുന്നു. മകൾക്ക് ഈശോയുടെ ഉയർപ്പായിരുന്നു ഒരടയാളമായി ചോദിച്ച്, ഞാൻ 3ാമത്തെ തവണ എഴുതുന്ന പരീക്ഷയാണ്, നീ 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റു പോലെ തന്നെ എനിക്ക് 3ാമത്തെ പരീക്ഷ എൻ്റെ ഒരു ഉയർപ്പ് തന്നെ ആയിരിക്കണം എന്നുള്ളൊരു അടയാളത്തോടു കൂടി മോളിവിടെ പോയി പരീക്ഷ എഴുതുമ്പോൾ സിൽവിയയുടെ അമ്മയും ഇവിടെ വന്ന് ഉപവസിച്ച് ദിവസം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയെ കയ്യിലെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ വലിയ ഒരു അത്ഭുതമാണ് അവരുടെ ജീവിതത്തിലുണ്ടായത്. മകൾക്ക് എക്സാം പാസ്സാകുവാനും പരിശുദ്ധ അമ്മയുടെ ആ ഒരു സാമീപ്യം, ആഷ് കളർ ഡ്രസ്സ്, ഗ്രേ കളറിലുള്ള ഡ്രസ്സിട്ട ഒരു ടീച്ചർ തന്നെ ഈ മകളുടെ അടുത്ത് വന്ന് ജർമ്മൻ ഭാഷ പറയുന്നതിന് പകരം ഇനി പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ ആൻസർ കിട്ടാതിരിക്കുമോ എന്നുള്ളൊരു സംശയത്തിൽ അദ്ദേഹം തന്നെ മകളോട് ഇംഗ്ലീഷിൽ സംസാരിച്ച് ആകെ വിസ്മയിപ്പിച്ച ഒരു സാക്ഷ്യമാണ് ഈ മകളോട് ഏറ്റുപറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ നാം ഒരിക്കൽ ഈശോയോട് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ നിന്നോട് കൂടി ആയിരിക്കും എന്നൊരു ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയുള്ള ഗ്രീൻ സിഗ്നൽ ഇട്ടുകൊണ്ട് ഈശോയ്ക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നത് പോലെ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. പിന്നെ ഇതൊന്നും നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമ്മുടെ തന്നെ എല്ലാ കാര്യങ്ങളും ജോഷയോട് പറഞ്ഞ പോലെ ശക്തനും ധീരനുമായി ഇരിക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ല. അതൊരു കൽപ്പനയാണ്. നമുക്കൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നാം ഉടമ്പടിയിലാണ്. ഉടമ്പടി എന്നുള്ളതൊരു ഉറപ്പാണ്. തികച്ചും സിൽവിയയുടെ ഈ സാക്ഷ്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം ജർമ്മൻ ലാംഗ്വേജിന് പോയി അത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് കൊടുത്തിട്ട് പോലും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇന്ന് മകളുടെ പാസ്സായി നാളെ ജർമ്മനിയിലേക്ക് പോകാനുള്ള വലിയൊരു തീരുമാനവുമായി ഫ്ലൈറ്റ് ടിക്കറ്റുമായി ഇവിടെ വന്ന് നിൽക്കുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഈശോയുടെ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചും ചെങ്കടൽ പകുത്തു നൽകിയവൻ എപ്പോഴും നമുക്ക് വേണ്ടി ഒരു വഴിയൊരുക്കുന്നവനാണ്. വഴിയും സത്യവും ജീവനുമായി ഈശോയിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തോടൊപ്പം ചേരുകയും ചെയ്താൽ, അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കപ്പെടും. സിൽവിയയ്ക്കും കുടുംബത്തിനും അപ്പച്ചനും അമ്മയ്ക്കുമെല്ലാം ലഭിച്ച എല്ലാ സൗഖ്യത്തിനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.